ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം വളാഞ്ചേരി പോയപ്പോൾ കുറച്ച് കക്കിറച്ചി കൊടുന്നിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ കക്കിറച്ചി എന്നും പറയും, ഇപ്പോൾ പറയുന്നുണ്ട്. ആദ്യമൊക്കെ ഇതിന് എരുന്ത് എന്നാണ് പറഞ്ഞിരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ വൃത്തിയാക്കി കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് 2 ചെറിയ സവാള കട്ട് ചെയ്ത്, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ മസാലപ്പൊടികളൊന്നും ഇടണില്ല. കുറേ മസാലപ്പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു കുത്തുമാതിരിയുള്ളൊരു മസാലയാണ് വരിക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെയ്യണ മാതിരി തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ അതാ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല പോലെ ഉടഞ്ഞിട്ടില്ല, അത് ഉടഞ്ഞ് വന്നോളും. നമ്മൾ ഈ കക്കയിറച്ചി വേവിക്കാൻ വെച്ചതിൽ കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാനൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 2 സ്പൂണ് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഇതുവരെയായിട്ട് നമ്മളിതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ കക്കയിറച്ചി വേവിക്കാൻ വെച്ചപ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അതിൽ ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് ഈ ഉള്ളി തക്കാളി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ടാൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി മസാലപ്പൊടികളും കൂടെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ഉപ്പിടുന്നത് കേട്ടോ. 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ മുളക് പൊടി കുറച്ചിട്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി പച്ചമുളക് വേണ്ട, കൂടുതൽ മുളകാണ് ആവശ്യമല്ല, ഇനി കുരുമുളക് പൊടിയാണോ ആവശ്യിച്ചെങ്കിൽ അതിട്ടാലും മതി കേട്ടോ. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കക്കയിറച്ചി ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. ഇനി നമ്മളിത് അങ്ങനെ ഒക്കെപ്പാടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യേണ്ട കേട്ടോ. ഇതിലത്തെ വെള്ളമൊന്നും ഊറ്റി കളയൊന്നും വേണ്ട. ഈ വെള്ളത്തോടുക്കനെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ചെയ്യേണ്ട കേട്ടോ. നല്ല ടേസ്റ്റ് ആയിക്കാരം അങ്ങനെ ചെയ്താലും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാങ്ങൻ്റെ കുപ്പിയത്തെ മാങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഉമ്മമാനെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പപ്പാനെയും ഉമ്മമാനെയും പിന്നെ എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടീനെയും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഓളായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾക്ക് ആകെ പ്രാന്തായതാണ്. പിന്നെ ഇപ്പാനെ കാണിച്ചിട്ട് അപ്പോൾ അങ്ങനെ എക്സ്റേ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പം. പിന്നെ അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് ഡോക്ടറെ കാണിച്ച് പിന്നെ ഞങ്ങളങ്ങനെ മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മമ്മക്ക് ചായ വേണം പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ ചായ മേടിച്ചു കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ മരുന്നൊക്കെ വാങ്ങി ഇപ്പം മരുന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ പോരാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വണ്ടിൻ്റെ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് വണ്ടിയുടെ അവിടേക്ക് നടന്ന് പോവാൻ പറഞ്ഞിട്ട് അങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ നേരത്തെ മാങ്ങൻ്റെ പോണീൻ്റെ മുന്നേ തന്നെ മാങ്ങൻ്റെ കുപ്പി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വന്നിട്ട് അതൊക്കെ ഇട്ടു. പിന്നെ ഈ ചീനമുളക് അഞ്ചത്തിക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.